എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയുണ്ട്, ബാബ കല്യാണി. അത് മിക്കവാറും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്നതാണ്. അതിൻ്റെ തിരക്കഥ, സംഭാഷണം ഇതൊക്കെ എഴുതിയേക്കുന്നത് എസ് എൻ സ്വാമിയാണ്. വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു 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 സിനിമയാണ്. അതിൽ വില്ലനായിട്ട് മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നത് നമ്മുടെ ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് അത് അത് മോഹൻലാലും വളരെ അഭിനയിച്ചത് കലക്കിയിട്ടുണ്ട്. അതുപോലെ ആയിട്ടുണ്ട് ആ സിനിമ. അതിനകത്ത് അതുപോലെ ജയശ്രീ ശ്രീകുമാറുണ്ട്, ബിജു മേനോനുണ്ട്, വലിയൊരു താരനിര തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. ഡൽഹിയിലെ സ്ഫോടനം നടത്തിയല്ലോ ഒരുത്തൻ, ഒരു ഉമർ നബി എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ, അവൻ നടത്തി ഏതായാലും അത് ഇനി ആ സ്ഫോടനം എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കുറേ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതിലും വലിയൊരു സ്ഫോടനമാണ് അവന്മാർ ഉദ്ദേശിച്ചിരുന്നത്. കാരണം അതിൻ്റെ അന്വേഷണം വെളിവാക്കിയത്. അപ്പോൾ അത് ഞാൻ പറയുന്നതിന് മുമ്പ് ആ സിനിമയുടെ ബാക്കി കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് നിർത്താം. അതായത് ആ സിനിമയിൽ, ഈ ബാബ കല്യാണി, ആ സിനിമയിൽ ഈ ഇന്ദ്രജിത്ത് ഒരുപാട് കാറുകൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് എല്ലാം മാരുതി 800 കാറാണ്. ആ കാറുകളാണ് വാങ്ങുന്നത്. ഈ വാങ്ങിയതിന് അതിന് തെളിവില്ലാതെ ആക്കാനായിട്ട്, ഈ കാറിന് വാങ്ങാനായിട്ട് ഇടനില നിന്നവൻ ഇതിൻ്റെ കാര്യം എന്തിനാ ഇതെന്ന്, ഈ വണ്ടികൾ എന്ന് അന്വേഷിച്ചു. അയാളെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ള രീതി വരുന്നുടനെ അയാൾ ഈ ഇന്ദ്രജിത്ത് അവനെ തന്നെ കൊന്നുകളയാണ്. ആ രീതിയിലുള്ള ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് കാണിച്ചത്. വലിയൊരു തീവ്രവാദിയാണ്, ഒരു മുസ്ലിം തീവ്രവാദിയായിട്ട് ആണ് അതിനകത്ത് ഇന്ദ്രജിത്ത് വന്നേക്കുന്നത്. അപ്പോൾ അവസാനം അത് പോയി ഈ കാറുകളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് അത് പഴനി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു. കാരണം ആ പഴനി നഗരം മുഴുവൻ തകർക്കാനുള്ള ലക്ഷണത്തിലാണ് അത് വന്നിരുന്നത്. അതിനെ എല്ലാവരെയും ബാക്കിയുള്ളവരെ എല്ലാം അതിനകത്ത് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. അവസാനം ഇന്ദ്രജിത്തിനെയും പോലും അതിൽ കൊലപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. ഇന്ദ്രജിത്തിൻ്റെ പിതാവായിട്ട് സായി കുമാറാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചു, വളരെ നന്നായിട്ട്. വലിയ ഒരു മുസ്ലിം വയോധികനായിട്ട് തന്നെ വന്നതാണ്. അല്ലേ അത് ആ സിനിമയായിട്ട് വളരെ സാമ്യമുണ്ട് ഇതിന്, ഈ ഇപ്പോഴത്തെ നമ്മുടെ സംഭവത്തിൽ. അതായത് നമ്മുടെ രാജ്യത്തുണ്ടായ, തലസ്ഥാനത്തുണ്ടായ ഹൃദയഭേദകമായ ഈ സംഭവം. ഇവന്മാർ ഇതിനുമൊക്കെ വലിയ രീതി ഉദ്ദേശിച്ച് പറ്റിയതാണ്. പക്ഷേ അവന്മാരെ പ്ലാനിങ് തെറ്റിപ്പോയി. അത് നല്ലതാണ്, അത് നമ്മുടെ സൈന്യത്തിൻ്റെ കഴിവാണ് യഥാർത്ഥത്തിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. നേരത്തെ അതായത് ഫരീദാബാദിലും നമ്മുടെ ഈ ജമ്മു കാശ്മീർ പോലീസ്, അതേപോലെ തന്നെ ഹരിയാന പോലീസ്, അവരും എല്ലാം കൂടെ ചേർന്നൊരു ജോയിൻ്റ് ഓപ്പറേഷനിലാണ് ഈ ഫരീദാബാദിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കുറേ ഡോക്ടേഴ്സിനെ ആണ് പിടികൂടുന്നത്. ആദ്യം ഈ ഡോക്ടേഴ്സിൻ്റെ അവർ നേരത്തെ ആ മുസമ്മിൽ എന്നൊക്കെ പറയുന്ന ഡോക്ടർ, അവനും അതുപോലെ ഈ ഉമർ നബി, അവൻ്റെ പേര് ഉമർ മുഹമ്മദ് എന്നും പറയപ്പെടുന്നുണ്ട്. അത് കറക്റ്റ് പേരേതാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഉമർ മുഹമ്മദ് എന്ന് ആദ്യം വന്നു, പിന്നെ ഉമർ നബി എന്ന് വന്നു, വീണ്ടും ഉമർ നബി അല്ലെങ്കിൽ ഉമർ മുഹമ്മദ്. ഏതായാലും ഇവനൊക്കെ PG പാസ്സായിരിക്കുന്ന ഡോക്ടേഴ്സാണ്. അതായത് എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിലൊക്കെ. അൽഫല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജിൽ യവന്മാരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവിടാണ് ഡോക്ടർ ഷഹീൻ. ആ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന ആ ലേഡി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ഏതാണ്ട് മുസ്ലിം വിങ്, അല്ല വിമൻ വിങ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് പറയപ്പെടുന്നു. ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട മുസാഫിർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവന് ജെയ്ഷെ മുഹമ്മദുമായിട്ട് പാകിസ്ഥാനുമായിട്ടും ഡയറക്റ്റ് ഡീലിങ്സും ബന്ധമുള്ളവനാണ് എന്ന് പറയപ്പെടുന്നു. ഇത് മാത്രമല്ല, ഇവന്മാരെല്ലാം കൂടെ തുർക്കിയിൽ ഇവർ പോയിട്ടുണ്ട്. അപ്പോൾ തുർക്കി യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു ഹബ്ബായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം പാകിസ്ഥാനും തുർക്കിക്കും ഇടയിൽ നല്ല ബന്ധമാണ്. അപ്പോൾ തുർക്കി പോയിട്ട് തുർക്കിയിൽ അങ്കാറയിൽ അവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അവർ നോക്കി. ഇനി പോയിട്ടുണ്ടോ, അവിടെ പാകിസ്ഥാനിൽ പോയല്ലോ എന്നറിയില്ല. ഏതായാലും തുർക്കി അല്ലെങ്കിൽ പാകിസ്ഥാനികൾ അങ്ങോട്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകൾ തുർക്കി ചെന്നവരെ കണ്ടു കാണും. എന്തായാലും
ആ ഇടപാടുണ്ട്. അവിടെ പോയിട്ടുണ്ട്, ഒരു തുർക്കി സന്ദർശിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നാഷണൽ സെക്യൂരിറ്റി ഗാർഡും അതുപോലെ NIA ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിച്ച് ഇത് ബ്രേക്ക് ചെയ്തേക്കാണ്, വെളിയിലോട്ട് കൊണ്ടുവന്നാണ്. ഇവന്മാർ ഏതാണ്ട് 4 കാറുകൾ വാങ്ങിയതായിട്ട് ഇപ്പോൾ എവിഡൻസ് വരുന്നുണ്ട്. അതിൽ ഒരു കാറാണ് ഇതിൽ പൊട്ടിത്തെറിച്ച ഹൈയുണ്ടായിയുടെ i20 എന്ന് പറയുന്ന കാറ്. അടുത്ത ഒരു കാറ് എക്കോസ്പോർട്ട്, ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാറുണ്ട്, ഒരു ചുവന്ന കാറ്. അതും ഈ ഉമർ നബിയുടെ പേരിൽ വാങ്ങിയേക്കുന്നതാണ്, കള്ള അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്തതാണ്. ആ കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി 2 കാറുണ്ട്. അതിൽ ഒരു കാറ് ഇപ്പോൾ അതും കൂടെ കണ്ടെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാറ് അത് അൽഫലാം മെഡിക്കൽ കോളേജിൻ്റെ പ്രമിസസിൽ അവിടെ കീപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇനി അൽഫലാം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ ഏതാണ്ട് 2 ഇവരുമായിട്ട് അടുപ്പമുള്ള 2 സ്റ്റുഡൻസിനെയും കൂടെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. സ്റ്റുഡൻസും കസ്റ്റഡിയിലുണ്ട്. കാരണം ഇവരുമായിട്ട് വളരെ ബന്ധമുള്ള സ്റ്റുഡൻസാണ്. ഇവനൊക്കെ തലതിരിഞ്ഞ് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കണം. ഇവനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യും. ഇവനൊക്കെ നല്ല വിവരവും ബുദ്ധിയും ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കും. ബുദ്ധിയുണ്ട്, പക്ഷേ വിവരമില്ല. അതാണ് പ്രശ്നം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിവരം വേണമെന്നില്ല. വിദ്യാഭ്യാസവും ബുദ്ധിയും ഉണ്ടെങ്കിലും വിവരം വേണമെന്നില്ലല്ലോ. അതാണ് കുഴപ്പം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാലേ നല്ലൊരു മനുഷ്യനാവുള്ളൂ. അങ്ങനെ ഒരു ബോധം ഇവന്മാർക്കില്ല. ഈ ജനിച്ച രാജ്യത്തിനെതിരെ ഇവിടുത്തെ ഈ കാശ് കൊണ്ട്, പണം കൊണ്ട് അവന്മാർ വിദ്യാഭ്യാസമൊക്കെ നടത്തി വെളിയിൽ ഇതേപോലെ ഫ്ലൈയിങ് കളേഴ്സിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷം അവന്മാർ തീവ്രവാദികളായിട്ട് മാറുകയാണ്. അതും സ്ഫോടനങ്ങളൊക്കെ നടത്തി വലിയ പ്ലാനായിട്ടിരുന്ന 4 സ്ഥലങ്ങളിൽ, അതായത് ഈ ഡൽഹി കൂടാതെ മറ്റ് 3 നഗരങ്ങളിലും, വൻ നഗരങ്ങളിലും കൂടെ സ്ഫോടനം നടത്താനുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ ഡൽഹി നടന്ന സ്ഫോടനം ഉണ്ടല്ലോ, ഇവന്മാർ ഉദ്ദേശിച്ച രീതിയിൽ അത് അങ്ങോട്ട് വിജയിച്ചില്ല. കാരണം ഈ 13 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അതിനകത്ത്. ഇതൊന്നും അല്ല ഇവന്മാർ ഉദ്ദേശിക്കുന്നത്. യവന്മാർക്ക് 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തണം, എന്നാലേ അവനൊക്കെ സ്വർഗം കിട്ടത്തുള്ളൂ. അതാണ് അവൻ്റെയൊക്കെ കാഴ്ചപ്പാട്. കാരണം തലതിരിഞ്ഞ് പോയവനാണ്. എന്തിനവന്മാർ ഇത് ചെയ്യുന്നു എന്നുള്ളത് അവന്മാർക്ക് പോലും അറിഞ്ഞൂടാ. കാരണം ബുദ്ധി കൂടുന്നവന്മാർക്കൊക്കെ പലപ്പോഴും ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവനൊക്കെ അങ്ങനെയുള്ള ഭ്രാന്തന്മാരാണ്. ഇവർ യഥാർത്ഥത്തിൽ മാനസിക രോഗികളാണ്. അവന്മാർ ശരിയായ മനുഷ്യരല്ല. ഇവനൊക്കെ ഇനി ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കണം. കാരണം എന്തെന്നറിയോ, ഇവനൊക്കെ ഇറങ്ങി രോഗികളെ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ഇവനെ എങ്ങനെ വിശ്വസിച്ച് ഇവൻ്റെ അടുത്തോട്ടൊരു രോഗിക്ക് ചെല്ലാൻ പറ്റും? ഇവൻ്റെ അടുത്ത് ഇപ്പോൾ അതിൽ അവസാനമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അയാൾ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരുത്തനാണ്. അവൻ മൂലം ഒരു പാവപ്പെട്ട നമ്മുടെ ഒരു മലയാളി ഡോക്ടർ കഷ്ടപ്പെടാനിടയായതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മുടെ മാധ്യമങ്ങൾ പലരും, നമ്മുടെ ഇവിടെ മലയാള ചാനലിലെ ആകെ ജനം TVയും അതുപോലെ തന്നെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള പല ചാനലുകളും NDTV ഉൾപ്പെടെ ഫ്ലാഷ് ചെയ്യുന്ന ന്യൂസ് എന്ന് പറയുന്നത് എന്തെന്നറിയോ, ഈ മുഹമ്മദ് ആരിഫ് എന്നുള്ള പേരിൽ ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഇവിടെ കോഴിക്കോട് ഉള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. മിടുക്കനായ ഒരു ഡോക്ടറാണ്. നല്ല കുടുംബ പശ്ചാത്തലമുള്ള ഒരാൾ. അയാളിവിടെ ഉണ്ട് ഇപ്പോഴും. അയാൾ സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇതുപോലെ പല ആളുകളും വിളിച്ച് ചോദിക്കുന്നത് ഈ പടം TV വരുന്നെന്ന്. അതാ കാര്യം. നോക്കിയപ്പോൾ എന്താ, ഈ മാധ്യമങ്ങൾ നെറ്റിൽ നിന്ന് പടം അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഇതൊന്നും അന്വേഷിക്കാതെ ഇയാളുടെ പടമാണ് കാണിക്കുന്നത് മുഴുവൻ. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ എഡ്യൂക്കേഷൻ, അതെല്ലാം ഇയാൾ ഇന്നിടത്തു നിന്നൊക്കെ പാസ്സായെന്നും ഒക്കെ പറയുക. വല്ല കാര്യമുള്ളോ? എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അയാൾക്ക് ഈ അൽഫലാം മെഡിക്കൽ കോളേജ് അറിയില്ല, ഇതിൽ പിടിക്കപ്പെട്ട ഒരുത്തനെ അറിയില്ല. നല്ല ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സഹോദരിയുടെ മകനാണ്. അവരുടെ ബന്ധുക്കളും എല്ലാം എന്നെ വിളിച്ചിരുന്നു ഇതിനെന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ. അവരാകെപ്പാടെ വിഷമത്തിലും ആണ്. വലിയ മാനഹാനിയല്ലേ ഉണ്ടാകുന്നത്. കാരണം അവർ കരയാണ്. കാരണം ഇന്ത്യക്ക് എതിരെ ഇതുപോലെ ചെയ്യുന്ന ഒരുത്തനായിട്ട് അവരെ മോനെ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരം സങ്കടം ഉണ്ടാകാനുണ്ടോ? ഇനി ഇവന്മാർ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ഉദ്ദേശ പോലെ നടന്നില്ലെന്ന്. ഇവനെ ഇവൻ്റെ കൂട്ടാളികൾ പിടിക്കപ്പെട്ടത് അറിഞ്ഞിട്ട് ഇവൻ ഈ കാറിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കളുമായിട്ട് ഇവൻ യാത്ര വന്നു. അത് യഥാർത്ഥത്തിൽ ആ ബോംബൊക്കെ മുഴുവനായിട്ടത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഏതായാലും അതുകൊണ്ടാണ് ഇവൻ പതുക്കെ വരുന്നത്. എന്തെന്നറിയോ, ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാനായിരിക്കും.
കാരണം അവന് വേറെ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകണം, ഇല്ല ഇവിടെ പിടിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവൻ പല ഭാഗങ്ങളിൽ നിന്നതിന് ശേഷം മറ്റാളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാനാണ് ഈ സമയമൊക്കെ എടുത്തത്. പക്ഷേ അവൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരുപാട് നിരപരാധികൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ നിരപരാധികളായ ഒരുപാട് സഹോദരങ്ങൾ രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചാന്ദിനി ചൗക്കിലോ അല്ലെങ്കിൽ അതേപോലെ ഡൽഹിയിൽ ഇപ്പം സരോജിനി മാർക്കറ്റ് തുടങ്ങി തിലക് നഗർ തുടങ്ങിയൊക്കെയുള്ള വലിയ മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റ് ഏരിയയിലെങ്ങാണം ഇത് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവിടെ കൂടുന്നത്. അതിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനം പോയേനെ. മാത്രമല്ല എന്താ പറയുക, ഇതിന് പല പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ തറ ഒട്ടും കുഴിഞ്ഞിട്ടില്ല. കാരണം ഈ വണ്ടി മൂവിങ്ങിലായിരുന്നപ്പോഴാണ് ഇത് പൊട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഫോറൻസിക് എക്സ്പേർട്സിൻ്റെ നിഗമനം. മാത്രമല്ല ഈ പെല്ലറ്റ്സോ അതേപോലെ തന്നെ മറ്റ് ലോഹഭാഗങ്ങളോ ഗ്ലാസിൻ്റെ ഭാഗങ്ങളോ ഒന്നും ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ദേഹത്തൊന്നും ഇല്ല, ശരീരത്തൊന്നും ഇല്ല. പിന്നെ അവിടെ വാഷ് ചെയ്തു പോയതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, വലിയ സ്ഫോടക വസ്തുക്കൾ തന്നെ അതിലുണ്ടായിരുന്നു. ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു താവളമായിട്ട് ഇവർ മാറ്റി. ആ യൂണിവേഴ്സിറ്റിക്കാരെ അറിഞ്ഞില്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും അവിടെ അവർ വലിയ സംശയ നിഴലിലാണ് ആ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട്. അൽഫല യൂണിവേഴ്സിറ്റിക്ക് എവിടുന്ന് ഫണ്ട് വരുന്നു, ഇതൊക്കെ ഇനി അന്വേഷിക്കണം, നന്നായിട്ട് അന്വേഷിക്കണം. അവർക്ക് എവിടുന്ന് ഇതിന് ഫണ്ട് കിട്ടുന്നു, വിദേശ ഫണ്ട് വല്ലതും വരുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിനൊക്കെ ഇത് പല സ്ഥലങ്ങളിൽ ഒരു വയലിൻ്റെ, ഞാൻ ആ സിനിമയെ പറഞ്ഞില്ലേ, ആ സിനിമയിലും ഒരു വയലിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലാണ് യവന്മാർ ഈ ബോംബുകൾ വലിയ ഈ സ്ഫോടക വസ്തുക്കൾ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതൊരു വയലിൻ്റെ നടുക്കുള്ള ഇത് അവിടെ ചെന്ന് പറ്റാൻ തൊഴുമ്പിലൂടെ ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്, ഒരു വീട്ടിലാണ് ഇത് കൊണ്ടുവച്ചേക്കുന്നത്. ഈ മുസമ്പിൽ എന്ന് പറയുന്ന വാടകയ്ക്കെടുത്തതാണ് ആ വീട്. അവിടെ കൊണ്ടുവന്നാണ് ഈ സ്ഥാനങ്ങൾ, സ്ഫോടക വസ്തുക്കളെല്ലാം കീപ്പ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. അവിടുന്ന് പല ഭാഗങ്ങളിലേക്ക്, അതിനാണ് ഈ 4 കാറുകളായിട്ട് മാറ്റിയിട്ട് 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് ബ്ലാസ്റ്റ് ചെയ്ത് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചു വന്നതാണ്. ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല. ഇവനൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഇങ്ങനെ ആരും ചെയ്യത്തില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യത്തുമില്ല. പിന്നെ ഇത് ആളുകൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ പറയാൻ ഉള്ള ഒരു മാർഗ്ഗം അവന്മാരുണ്ടാക്കി വെച്ചു. ഈ കമ്മ്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ഉള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കി വെച്ചു. എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ്, യവന്മാരെ പഠിപ്പിക്കുന്ന എല്ലാം ഭീകരവാദമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ഇങ്ങനെ നീങ്ങാൻ ഉള്ള ഒരു മാർഗം, നമ്മുടെ സമൂഹത്തിന് നീങ്ങാനുള്ള ഒരു മാർഗം യവന്മാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ ദുരന്തവും. ഏതായാലും ഉമർ മുഹമ്മദ് അല്ലെങ്കിൽ ഉമർ നബി എന്ന് പറയുന്നവനാണോ ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദി? അവനാണോ ഈ കാർ ഓടിച്ചുകൊണ്ടെന്നൊരു ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. എല്ലാം അവർക്ക് തെളിവൊക്കെ കിട്ടി. പക്ഷേ ഇത് പരിശോധനയ്ക്ക് വേണമല്ലോ. അവസാനം അവൻ്റെ മാതാവിൻ്റെയും അതുപോലെ തന്നെ സഹോദരിയുടെയൊക്കെ ബ്ലഡ് സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്തിട്ട് DNA എക്സാമിനേഷൻ നടത്തി. DNA എക്സാമിനേഷൻ നടത്തിയപ്പോൾ ഇത് അവൻ തന്നെയാണ് എന്ന് കാണാനിടയായി, തെളിയാനിടയായി. ഏതായാലും ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, മുമ്പോട്ട് പോവും. കാരണം ഇപ്പോൾ ഉറപ്പിക്കാം ഈ ഉമർ നബി തന്നെയാണ് ഇതിൻ്റെ ആളെന്ന്. അതേപോലെ ബാക്കി ഇതിൻ്റെ പിറകിലുള്ളവന്മാർ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം ട്രേസ് ചെയ്യണം. ഇപ്പോൾ അവസാനമായിട്ട് വന്നേക്കുന്ന ഇത് അറിയപ്പെടുന്ന ഒരുത്തൻ, ഈ മുസാഫർ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നേക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ കടന്നിട്ട്, അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറും പാകിസ്ഥാൻ്റെ ബോർഡറും ഒന്ന് തന്നെയാണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, പാകിസ്ഥാന് താല്പര്യമുള്ളവരും അഫ്ഗാനിസ്ഥാന് താല്പര്യമുള്ളവരുമായിട്ടുള്ള ആളുകൾ. അതിലേക്കൂടെ പാകിസ്ഥാനിൽ കടക്കാനായിരിക്കും. പാകിസ്ഥാനിൽ കടക്കാൻ ഇടയായാലുണ്ടല്ലോ, പാകിസ്ഥാൻ്റെ കട്ടപ്പുകയായി. കാരണം ഇപ്പോൾ തന്നെ പാക് ബന്ധം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ യവനൻ അവിടെ പാകിസ്ഥാനിൽ പോകാനിടയായാൽ യവനെ അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അവിടെ കിടക്കാൻ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അവനെ സ്വീകരിക്കുമെന്ന്. സ്വീകരിക്കാൻ പോയാൽ പാകിസ്ഥാൻ വിവരം അറിയും, അത് നമുക്ക് ഉറപ്പാണ്. ഏതായാലും ഇതിൻ്റെ പുറകിലുള്ള അന്വേഷണം ഇപ്പോൾ ഇൻ്റർപോളിനൊക്കെ നമ്മുടെ ഹരിയാന പോലീസ് റിക്വസ്റ്റ് കൊടുത്തേക്കാണ് ഇവനെ പിടിച്ചു തരണം, ഇവനെ അവിടുന്ന് ഈ എക്സ്ട്രാ അഡിക്ഷൻ നടത്തി തരണം
എന്ന് കൊടുത്തേക്കാണ്. എക്സ്ട്രാഡിഷൻ നടത്തി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നല്ല ബന്ധമുള്ളതുകൊണ്ട് യമനെ അഫ്ഗാൻ ഗവൺമെൻറ്റിൻ്റെ ഇത് എൻ്റെ അറിവുള്ളതാണെന്നുണ്ടെങ്കിൽ യമനെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ.